ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇമ്മിണി ബെല്ല ലോകത്തിൽ എത്തിയിരിക്കുന്ന കൊച്ചു കൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? ഉമ്മു ഐമൻ. ഉമ്മു ഐമാൻ അല്ലേ? നല്ല പേരാണല്ലോ. ധാരായി പേരിട്ടത്? പാപ്പ. ഉപ്പാപ്പ ഇട്ടതാണോ? ഉമ്മായിമോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്. ഉമ്മക്ക് 2 അനിയത്തിമാരുണ്ട്. മുത്ത ഉണ്ട്, ഇളയപ്പ ഉണ്ട്, മാസിനുണ്ട്, ബിഷറുണ്ട്, ഉമ്മമ്മ ഉണ്ട്. അപ്പൊ കുറേ പേരുണ്ടല്ലേ വീട്ടില്? അതെ. ഉമ്മയുടെ പേരെന്താ? ഫാരിസ. പിന്നെ ഉപ്പയുടെ പേരെന്താ? കാഞ്ചാബർ. കാഞ്ചാബർ. ഓക്കെ. പിന്നെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ വീട്ടില്? അവരുടെയൊക്കെ പേരറിയോ? ആ പേരെന്താ? ഉപ്പാപ്പയുടെയും ഉമ്മമ്മയുടെയൊക്കെ പേരെന്താ? ഉമ്മമ്മയുടെ പേര് ഹലിമ, ഉപ്പാപ്പയുടെ പേര് സയ്യിദ് മുഹമ്മദ്, ഇളാമ്മയുടെ പേര് ഫാത്തിമ, ആദ്യയുടെ പേര് ആദില. ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ അനിയത്തിയാണോ? അതെ. ഇളാപ്പയുടെ പേര് യാസർ, മുത്തയുടെ പേര് മുസഫർ. അപ്പൊ ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്? അപ്പൊ എല്ലാവരുടെ പേരൊക്കെ അറിയാല്ലേ ഐമൂന്? അതെ. വീട്ടിലെന്ത് പറഞ്ഞാ വിളിക്കുന്നത്? ഉമ്മ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഉമ്മു എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പൊ ഉമ്മു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്. ഏത് സ്കൂളിലാണ്? ഗവൺമെന്റ് JVS സ്കൂൾ ഈസ്റ്റ്. ക്ലാസ് ടീച്ചർ ആരാ? നൗഷിദ. നൗഷിദ ടീച്ചർ. ഇനി ഉമ്മുന് ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരാ? മുനീറ. മുനീറ ടീച്ചറാണല്ലേ. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? മലയാളം. മലയാളം ആരാ എടുക്കുന്നത്? മുനീറാപ്പി. മുനീറ ടീച്ചർ അല്ലേ. പിന്നെ മറ്റ് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർമാരുടെ പേരൊക്കെ അറിയോ? അറിയാം. മാത്സ് എടുക്കുന്ന ടീച്ചറിൻ്റെ പേര് നൗഷിദ, ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറിൻ്റെ പേര് സജിന നഗരീഷ്, ഹിന്ദി എടുക്കുന്ന ടീച്ചറിൻ്റെ പേര് താഹിറ ടീച്ചർ. ഓക്കെ. ഇനി ഇമ്മിണി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? 2 പാട്ടും കഥയുമായിട്ടാണ്. നമുക്ക് ഉമ്മുവിൻ്റെ ഒരു കഥ കേട്ടിട്ട് വിശേഷങ്ങൾക്ക് തിരിച്ചു വരാം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടൊരിടത്ത് ഒരമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയുടെ 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് പറഞ്ഞു ടീച്ചർ തേടാൻ പോവുകയാണെന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അമ്മയുടെ മറുപടി പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം, ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് ഈ പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കിളി, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനെ ഉള്ളിൽ കടത്തുവിൻ. എന്നിട്ടമ്മയാട് ടീച്ചർ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടുത്ത് സാക്ഷിയിട്ടു. അമ്മയോട് പറയുന്നതെല്ലാം വീടിനടുത്തുള്ള വലിയ നവൽമരത്തിന് തലയൊരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്ന് പാടി. പൊന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കിളി, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനെ ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ സാക്ഷിനിക്ക് വാതിൽ തുറന്നു. കുഞ്ഞുങ്ങൾക്ക് കുറുക്കനാന്ന് കന്നതും ചിതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു വിഴുങ്ങി ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കിളി, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനെ ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയുടെ വാതിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയുടെ കുറുക്കൻ്റെ കാൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയാടിന് മനസ്സിലായി ഇതെൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് കുറുക്കനാണെന്ന്. കാരണം നാൽമരത്തിലെ താഴെ നിറയെ ചെളിയാണ്. അതിൽ ചവിട്ടിയാണ് കുറുക്കൻ കയറിയത്. അമ്മയാട് കുറുക്കൻ്റെ കാൽപ്പാടങ്ങൾ പിന്തുടർന്ന് കുറുക്കനേക്ക് സ്ഥലത്തെത്തി. കുറുക്കനെ അമ്മയാണെന്ന് കണ്ടതും ഓടാൻ തുടങ്ങി. അമ്മയാട് ഓടി വന്ന് കുറുക്കൻ്റെ വയറ് കുത്തി. കുറുക്കൻ്റെ വയറ് പൊഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയാടും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതാപത്തിലും നമ്മളെ രക്ഷിക്കാൻ നമ്മളുടെ മാതാപിതാക്കളുണ്ട്.
മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ച് വളരണം. നന്ദി. മാഷാ അല്ലാ, നല്ല അടിപൊളി കഥയായിരുന്നു. ധാരാ ഈ കഥ പഠിപ്പിച്ചു തരുന്നത് ഉമ്മന്? ഉമ്മ. ഉമ്മയാണോ? അപ്പോൾ എങ്ങനെയാ പഠിപ്പിച്ചു തരാറ്? രാത്രി പഠിപ്പിച്ചു തരുമോ? രാത്രി പഠിപ്പിച്ചു തരും. ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ കഥയൊക്കെ പഠിപ്പിച്ച് തരാറ്? അല്ല, പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു തരും. കഥയൊക്കെ പഠിപ്പിച്ചു തരാം അല്ലേ? ഉമ്മൂന് കൂടുതൽ എങ്ങനെ പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നത്? അത് ഇളയമ്മ തന്നെ. ഇളാമ്മ. ഇളാമ്മയുടെ പേരെന്തായിരുന്നു? ഫാത്തിമ. ഫാത്തിമ. ഫാത്തിമ എന്താ ചെയ്യുന്നത്? സിക്യൂള് ടീച്ചർ. സിക്യൂള് ടീച്ചറാണല്ലേ. അപ്പോൾ ഇളാമ്മയാണ് പഠിക്കാനൊക്കെ സഹായിക്കാറല്ലേ? അതെ. ഉമ്മൂൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്? അഷ്ഫിയ, അസ്ഹ, അഫ്വ, സെറീൻ, അസ, ആസില, സുബി. ഇവരൊക്കെയാണല്ലേ കൂട്ടുകാർ. ഇവരുടെയൊക്കെ വീട് എവിടെയാ? ദൂരെയാണോ അടുത്താണോ? അസ്ഹയുടേതും അഷ്ഫിയയുടേതും അടുത്താണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ദൂരെയാണ്. ദൂരെ. നിങ്ങളപ്പോൾ വൈകുന്നേരങ്ങളിൽ കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. എന്ത് കളിയാ കളിക്കാറ്? ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം, അല്ലെങ്കിൽ ഓടിച്ച് കളിക്കാം. ഓട്ടിച്ച് കളിക്കും അല്ലേ? കൂട്ടുകാരുടെ ഒത്ത് വൈകുന്നേരങ്ങളിൽ ഓട്ടിച്ച് കളിക്കും, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കും അല്ലേ? അതെ. ഉമ്മൻ്റെ ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആബിയുണ്ട്, മുത്തമ്മ ഉണ്ട്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഉമ്മമ്മ ഉണ്ട്, പിന്നെ ബുച്ച ഉണ്ട്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആരംഭ ഉണ്ട്, പിന്നെ അക്കു ഉണ്ട്, മേമ ഉണ്ട്, ഇങ്ക ഉണ്ട്, ഇത്ത, പിന്നെ ജീജി, ബായുണ്ട്. ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്? അപ്പോൾ ഉപ്പയുടെ വീട്ടിലും കുറേ പേരുണ്ടല്ലേ? അതെ. അപ്പോൾ മറ്റേ ഉമ്മുൻ്റെ വീട്ടിലും കുറേ പേരുണ്ട്, പിന്നെ ഉപ്പയുടെ വീട്ടിലും കുറേ പേരുണ്ടല്ലേ? അതെ. ഉമ്മ അപ്പോൾ ഉപ്പയുടെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകാറ്? സ്കൂളില്ലാത്ത ദിവസത്തിൽ തിത്തോടയിൽ പോവാറുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ വെള്ളിലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ട്. ഉമ്മുൻ്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. അസ്സലാമലൈക്കും. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ഇല്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. കവികൾ പാടി പാടി കവികൾ ഇനിയും ബാക്കി. കവികൾ പാടി പാടി കവികൾ ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം കവികളൊന്നാലും എഴുതിത്തീനില്ല. നബിയുടെ മദഹിലഴിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ഇല്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് ഉമ്മ പാട്ട് പാടിയിട്ടുണ്ട്. ഇതാരാ ഈ പാട്ട് പഠിപ്പിച്ചു തന്നേ? ഉമ്മയാണല്ലേ. പാട്ടൊക്കെ ഉമ്മയാണോ പഠിപ്പിച്ചു തരാറ്? ഉമ്മ അപ്പം എങ്ങനെയാ പാട്ട് പഠിപ്പിക്കുന്നത് ഉമ്മുന്? ഫോണിലൂടെ പഠിപ്പിക്കും. അങ്ങനെയാണല്ലേ പാട്ടൊക്കെ പഠിക്കാറ്? അതെ. ഓക്കെ. ഇനി ഉമ്മുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? മന്തിയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? അതെ. മന്തി ഉമ്മ ഉണ്ടാക്കി തരാറുണ്ടോ? തരാറുണ്ടല്ലേ. ഇനി നമ്മുടെ വലിയ ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? നാടൻ പാട്ടാണല്ലേ. ഫാത്തുമ്മാബി ബേളേബി ഫാത്തുമ്മാബി ഇന്ന് രാവക്കേതും കൂട്ടുണ്ടാലി. ബി ഫാത്തുമ്മാബി ബേളേബി ഫാത്തുമ്മാബി ഇന്ന് രാവക്കേതും കൂട്ടുണ്ടാലി. ബി ഫാത്തുമ്മാബി ആയിക്കാക്ക അങ്ങേം കുട്ടി മാഹിക്ക
മാഹിക്കാനെന്നെ കുട്ടി പറ്റിച്ചപ്പാനെ ഇല്ലേ പറ്റിച്ചപ്പാനെ നമ്മക്കാക്കെ നിന്നായിനെ കുട്ടി പാടിച്ചപ്പാനെ ആയിക്കാക്കാനെന്നെ കുട്ടി മാഹിക്കാനെന്നെ കുട്ടി പറ്റിച്ചപ്പാനെ ഇല്ലേ പറ്റിച്ചപ്പാനെ നമ്മക്കാക്കെ നിന്നായിനെ കുട്ടി പാടിച്ചപ്പാനെ. അടിപൊളി നാടൻ പാട്ടാണല്ലോ. ധാരാ ഈ പാട്ട് പഠിപ്പിച്ചേ? ഞാൻ ഫോണിൽ കേട്ട് പഠിച്ചു. സ്വന്തമായിട്ട് പഠിച്ചതാണോ? അതെ. സ്വന്തമായിട്ട് പഠിച്ചത്? ആ, നന്നായിട്ടുണ്ട് കേട്ടോ പാട്ട്. താങ്ക് യു. ഉമ്മുന്റെ ഉപ്പക്ക് എന്താ ജോലി? കോക്കോലാക്കില്. ആഹാ, കോക്കോലാക്കിലാണോ? അവിടെ അപ്പോൾ ഉമ്മ പോയിട്ടുണ്ടോ? ആ, പോയിട്ടുണ്ട്. അവിടെ എങ്ങനെയാ വെളിച്ചെണ്ണൊക്കെ ഉണ്ടാക്കാറ്, കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തരുമോ? ആദ്യം തേങ്ങ കൊത്തിയിട്ട് അത് ചൂടാക്കും. ചൂടാക്കി കഴിഞ്ഞിട്ട് അത് ഇളക്കിയിട്ട് വേറെ മിക്സിയിൽ ഇട്ടിട്ട് അത് വെളിച്ചെണ്ണ ആക്കി എടുത്തിട്ട് ബോട്ടിലേക്ക് തൊട്ട് വേറെ കടകൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഉമ്മ നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് ആണല്ലേ ഇവിടെ പറഞ്ഞത്? അതെ. നല്ല രസമുണ്ടോ ആ. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കാണാൻ? അതെ. ഓക്കെ, ഇനി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ട്. അവസാനമായി ഉമ്മുവിൻ്റെ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. ലബ്ബൈക പാടുന്നു ചരങ്കുടെ അടങ്ങലും മുടിയോണ്ടെടുക്കുന്നു ലക്ഷം നീലാഹിൻ്റെ പുറത്തത്ത് നടിക്കണിച്ചപതി നടക്കും ഉള്ളതൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചൊരു നോത്തുരസിച്ച് പതിമക്ക തടുത്തിരുന്നേ റബ്ബില്ലുതിപതി നടത്തിയിരുന്നേ കൽബിൽ വർത്ത മുഹമ്മത്തോടിയോട് കണത്തേടി മിണ്ടാതെ മിണ്ടാനെ കുടുപൂണ്ടാനേ ലബ്ബൈക പാടുന്നു ചെനുകുടി അടങ്ങലും മുടിയോണ്ടെടുക്കുന്നു ലക്ഷം നീലാഹിൻ പുറത്തത് നടിക്കൊടിച്ചപതി നടക്കും ഉള്ളതൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചൊരു പതിമക്ക തടുത്തിരുന്നേ റബ്ബില്ലുതിപതി നടക്കിടുന്നേ കൽബിൽ വർത്ത മുഹമ്മത്തോടിയോട് കണത്തേടി മിണ്ടാതെ മിണ്ടാനെ കുടുപൂണ്ടാനേ പല വേഷ പല വാശ പല വേഷം ഈ വീടം പല പല സംസ്കാരങ്ങൾ സമ്മേലിട്ടുമേവിടം അതിയുള്ള വിളിച്ചറിവി കേട്ട് വരുന്നത് അതുപോലെ തന്നെയുള്ള വിളിച്ചറിവിളി കേട്ട് പാടി അവർ തേടി തകമാടി പടച്ച് തുണച്ച് വിളിച്ചൊരു മിണ്ടാതെ മിണ്ടാനെ കുടുപ്പുണ്ടാനേ. മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഉമ്മ. ഇതും ഉമ്മ പഠിപ്പിച്ചു തന്ന പാട്ടാണോ? അതെ. ഉമ്മ പഠിപ്പിച്ചതാണല്ലേ? പാട്ടും കഥയും ഒക്കെ ഉമ്മ പഠിപ്പിച്ചു തരുന്നതാണല്ലേ? അതെ. വൈകുന്നേരങ്ങളിൽ ഉമ്മവും ബാപ്പയും ഒക്കെ കറങ്ങാൻ പോകാറുണ്ടോ? അതെ. എങ്ങോട്ടാ പോകാറ്? ഹോട്ടലിൽ പോയി ചായ കുടിക്കാറുണ്ട്. ഹോട്ടലിൽ പോയി ചായ ഒക്കെ കുടിക്കാറുണ്ടല്ലേ? അതെ. ഓക്കെ, ഉമ്മുമോളുടെ പാട്ടും കഥയും കവിതയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ? അതെ, പങ്കെടുക്കും. ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.